ഞങ്ങളങ്ങനെ നാട്ടിലെത്തി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയം നോക്കിയിട്ട് ഞങ്ങൾ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ, അതായത് 1.5 വർഷത്തിന് മുന്നേ, കുറച്ച് നട്ടറുകളെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണെങ്കിൽ എന്തൊക്കെ നോക്കിയിട്ടും വലിപ്പം വെക്കുന്നില്ല. ഫിഷ് ടാങ്ക് ഞങ്ങൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഫുഡൊന്നും കൊടുക്കുന്നുണ്ട്, എന്നിട്ടും വലിപ്പം വെക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോൾ ഇതിനെ പിടിച്ചങ്ങ് കറി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഇങ്ങനെ മീനുകളൊക്കെ ഇടുന്ന ക്രേസ് നിതിൻ ചേട്ടനാണ്. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നോക്കേണ്ട പണി മൊത്തം അപ്പച്ചനും അമ്മച്ചിക്കാണ്. അപ്പോൾ ഇതെന്തായാലും വലിപ്പം വെക്കുന്നില്ല, പിന്നെ വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതിനെ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇതിന് ഇട്ട സമയത്ത് എത്ര എണ്ണത്തിന് ഇട്ടു എന്നൊന്നും ഞങ്ങൾക്ക് വലിയ ഓർമ്മയുണ്ടായിരുന്നില്ല. കുറച്ചെണ്ണത്തിനേ ഇട്ടിട്ടുണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറേ എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ പിടിച്ച നട്ടർ. ഇത് ഇത്രയും വലിപ്പം വെച്ചിട്ടുള്ളൂ, പക്ഷേ ഇതിനേക്കാളും ശരിക്കും വലിപ്പം വെക്കും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും പിടിച്ചു. ഇതിനുള്ളിൽ വേറെ 2 സക്കറും കൂടി ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ടുള്ളതാണ്. അത് അത്യാവശ്യം നല്ല വെയിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടാങ്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിലും ഇവരിത് മാനേജ് ചെയ്തോളും. അപ്പോൾ ഇതിന് 2 പിടിച്ചിട്ട് മേമയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു, അവർക്കതിനെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിതിൻ ചേട്ടന് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടി തന്നെ വന്നു. കാരണം ഇവർ കൊതറിയാണ് നടക്കുക. അപ്പം അങ്ങനെ ഇവരെ വേറെ ഒരു ക്യാനിലാക്കി. അങ്ങനെ ഞങ്ങൾ നട്ടറുകളെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വറുത്തങ്ങ് കഴിച്ചു. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളായിട്ട് തുടങ്ങി വെച്ച കാര്യം ഞങ്ങളായിട്ട് തന്നെ അങ്ങ് അവസാനിപ്പിച്ചു.